ഹലോ എവറി വൺ, സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ, അതായത് ട്രേഡിങ്ങിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അപ്പൊ ഇതില് നമ്മൾ പഠിക്കുകയല്ല നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് അപ്ലൈ ചെയ്യണം. നമ്മുടെ ഡെയിലി ട്രേഡ്സിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യണം. അപ്പൊ കൂടുതൽ ലാഗാക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ, ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. ഈ കൊടുത്തിരിക്കുന്ന 7 ചോദ്യങ്ങൾക്കും നമുക്ക് ഡെയിലി ഉത്തരം കണ്ടുപിടിക്കണം. അതും പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് എന്തൊരു കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ഡിസിപ്ലിൻ ആയിട്ട് അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് നമുക്ക് ആരെയും കണ്ട് പഠിക്കാൻ പറ്റില്ല. ഒരു വീഡിയോ കണ്ടിട്ടോ പഠിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസിപ്ലിനോടുകൂടി പോകേണ്ടതാണ്. ഡിസിപ്ലിനാണ് ഇവിടെ എല്ലാം. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് അതായത് ഒരു ട്രേഡിംഗ് സൈക്കോളജി നമ്മൾ മാസ്റ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിന്റെ തന്നെ ഒരു 90% നമ്മൾ സക്സസ്ഫുൾ ആയി എന്നാണ് അർത്ഥം. ഇമോഷൻ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 90% സക്സസ്ഫുൾ ആയി. ബാക്കി 10%ന് നമുക്ക് ഒരൊറ്റ പ്രൂവൺ സ്ട്രാറ്റജിയും മതി. ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ ഒരൊറ്റ പ്രൂവൺ സ്ട്രാറ്റജിയും ഇമോഷൻ കൺട്രോളും ഇത്രയും മതി, നമ്മൾ വിജയിക്കും. പക്ഷേ ഇമോഷൻ കൺട്രോൾ അത് കീപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഡിസിപ്ലിനോട് കൂടിയിട്ട് കുറച്ചു കാലം, അതായത് ഒരു ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള ഈ ചോദ്യങ്ങളിലൂടെ നമുക്ക് ഫസ്റ്റ് ആണ് പോകും. അതായത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു പേജിൽ, ഒരു A4 ഷീറ്റിലോ എവിടെങ്കിലും ഇത്രയും ചോദ്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അതിനൊരു 30 കോളംസ് ഉണ്ടാക്കി വെക്കുക. നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു 30 കോളംസ് വേണം. എല്ലാത്തിനും 30 കോളംസ് വേണം. ജസ്റ്റ് യെസ് ഓർ നോ എന്ന് മാത്രം എഴുതാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. YN ഇങ്ങനെ 2 അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടി മാത്രം ഒരു 30 കോളം വേണം. ഇതില് നമുക്ക് ഡെയിലി പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരം കിട്ടണം. ഡെയിലി സെയിം ആയിട്ടുള്ള ഉത്തരം തന്നെ കിട്ടണം. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഇമോഷൻ മാസ്റ്റർ ചെയ്യുന്നത് എപ്പോഴാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ദിവസം ചിലപ്പോ ഒരു ട്രേഡ് ആയിരിക്കും എടുക്കുക, ചിലപ്പോ 2 ട്രേഡ് ആയിരിക്കും എടുക്കുക. ഒരിക്കലും 2 ട്രേഡിന്റെ മുകളിലോട്ട് ഒരു ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ 2 ട്രേഡിന്റെ മുകളിലോട്ട് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് ആവുമല്ലോ. എക്സിറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഇതിനെ ഈ ഒരു കോളംസ് ഫില്ല് ചെയ്യണം ഡെയിലി. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ട്രേഡ് എടുക്കുമല്ലോ, എന്തുകൊണ്ട് ഞാൻ ആ ട്രേഡ് എടുത്തു, അതിന് എന്തെങ്കിലും ലോജിക്ക് വേണം. ലോജിക്ക് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് വൈന്ന് ഇട്ടാ മതി. ലോജിക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് വൈന്ന് ഇട്ടാ മതി. അതായത് നമ്മൾ എന്തെങ്കിലും സ്ട്രാറ്റജി ബേസിലാണെങ്കിൽ വൈ നടുക. ഇനി സ്ട്രാറ്റജിയും ഇല്ല, ലോജിക്കും ഇല്ല, ഒന്നുമില്ല, എനിക്കറിയില്ല അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന്, അത് ഇനിയും മേലോട്ട് പോകുന്നു തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു, ഇല്ലെങ്കിൽ അത് ഇനിയും താഴോട്ട് വരും തോന്നി, അതുകൊണ്ട് ഞാൻ ഷോർട്ട് ചെയ്തു. ഇങ്ങനെയുള്ള ഒരു ഉത്തരവാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ നോന്ന് ഇടുക, അതായത് N ഇട്ടാൽ മതി. ഇതേപോലെ ഇത്രയും ചോദ്യങ്ങൾക്ക് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരം കിട്ടാൻ വേണ്ടി ശ്രമിക്കണം. അതായത് സത്യസന്ധമായിട്ടുള്ള ഉത്തരം തന്നെ എഴുതുക. എന്ന് പോസിറ്റീവായിട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതില് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. ഞാൻ എന്തുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തു, അതിന് ലോജിക്ക് ഉണ്ടെങ്കിൽ ആ ലോജിക്ക് അവിടെ, ലോജിക്ക് എഴുതണ്ട, ലോജിക്ക് നമുക്ക് ആലോചിക്കുമ്പോൾ കിട്ടുമല്ലോ. ഇപ്പൊ ഞാനൊരു സ്റ്റോപ്പ് ലോസ് ഒരു പോയിന്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ?
കാരണം ഉണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, അതിനും വൈ അല്ലെങ്കിൽ എൻ ഇട്ടാൽ മതി. ഓക്കെ, ഇതില് നമുക്ക് ട്രേഡിൽ പ്രോഫിറ്റ് ആയോ ലോസ് ആയോ എന്നുള്ളതല്ല ഇവിടെ നോക്കുന്നത്, നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്തോ എന്നാണ്. നമുക്കൊരു പ്ലാൻ ഉണ്ടാവും, ആ പ്ലാൻ വർക്കൗട്ട് ചെയ്തോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് മാത്രമാണ് നമ്മളോട് ഉത്തരം കിട്ടുന്നത്. ഏതൊരു ട്രേഡർക്കാണെങ്കിലും നഷ്ടം വരും, പക്ഷെ പ്ലാൻ പ്രകാരമല്ലാത്ത നഷ്ടമാണെങ്കിൽ അത് ആളുടെ തെറ്റാണ്. നമ്മൾ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു, സ്റ്റിൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല. ഓക്കെ, കാരണം ഒരിക്കലും 100% വിന്നിംഗ് പ്രോബിലിറ്റി ഉള്ള ഒരു ട്രേഡർ ഉണ്ടാവില്ല. ഉറപ്പായിട്ടും 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 നോക്കാം മിനിമം ലോസ് വരും. ഓക്കെ, അതിൽ 4 ലോസ് വന്നാലും നല്ല ട്രേഡറാണ്. ക്ലിയർ ആയില്ലേ? പ്ലാൻ വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഞാനവിടെ കീപ്പ് ചെയ്തു, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടെങ്കിൽ അവിടെ വൈ നിടുക അല്ലെങ്കിൽ എൻ നിടുക. പിന്നെ ഞാൻ ഒരു പോയിന്റിൽ ഒരു ടാർഗറ്റ് ഇട്ടുണ്ടാവും, ചിലപ്പോൾ ആ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ഹിറ്റ് ആയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പകുതി വഴിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. എനിവേസ്, ഞാൻ എന്തുകൊണ്ട് അവിടെ ടാർഗറ്റ് വെച്ചു, അതിന്റെ ലോജിക്കലായിട്ടുള്ള ഉത്തരം ഉണ്ടെങ്കിൽ യെസ് വൈ ഇടുക, അല്ലെങ്കിൽ നോ എൻ ഇടുക. അടുത്തതായിട്ട് ഡിഡ് ഐ മാനേജ് മൈ റിസ്ക് പ്രോപ്പർലി. അതായത് നമ്മളിപ്പോ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ലാസ്റ്റ് വീഡിയോയിൽ റിസ്ക് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. റിസ്ക് മാനേജ്മെന്റ് പഠിക്കാത്ത ആൾക്കാർ തീർച്ചയായിട്ടും റിസ്ക് മാനേജ്മെന്റ് പഠിക്കുകയല്ല, അത് മനസ്സിലാക്കുക. എന്നിട്ട് റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തതിന് ശേഷം മാത്രം ഓരോ ട്രേഡും റിസ്ക് മാനേജ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ തന്നെ ഇമോഷൻ കുറെയൊക്കെ നമുക്ക് കൺട്രോൾ ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ റിസ്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടോ, അതിപ്പോ പൊസിഷൻ സൈസ് ചെയ്തിട്ടാവാം, റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്തിട്ടാവാം, എങ്ങനെയാണേലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോടൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടാവും. അപ്പോൾ റിസ്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് നിടുക, അല്ലെങ്കിൽ നോ നിടുക. അതായത് എൻ ഓർ വൈ. ഡിഡ് ഐ ഓവർ ട്രേഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിഗിനർക്ക് 1-2 ട്രേഡ് മാക്സിമം ധാരാളമാണ്, അതിൽ കൂടുതൽ എടുക്കണ്ട. അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഒരു ടാർഗറ്റ്, അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ്, ഒരു ദിവസം നമ്മൾ ഇത്ര ലോസ് എടുക്കുള്ളൂ എന്ന് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ട്രേഡിൽ ആ ലോസ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു ട്രേഡിന് നമ്മൾ നിൽക്കാൻ പാടില്ല, ശരിയല്ലേ? അങ്ങനെ നമ്മുടെ പ്ലാനിന് അപ്പുറത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടോ, കൂടുതൽ ട്രേഡിന്റെ നമ്പേഴ്സ് പോയിട്ടുണ്ടോ, ഒരു 2-3 ട്രേഡിലൊക്കെ നിൽക്കാതെ 5 ട്രേഡും 6 ട്രേഡും 7 ട്രേഡും 10ഉം 20ഉം 30ഉം 50ഉം ട്രേഡൊക്കെ, അതായത് നോർമലി നമ്മൾ എടുക്കുന്നതിലും കൂടുതൽ. അതിപ്പോ 3 ട്രേഡ് ആണെങ്കിൽ 3 ട്രേഡ്, ഇല്ലെങ്കിൽ 4 ട്രേഡ് ആണെങ്കിൽ 4 ട്രേഡ്, അതെല്ലാം ഓവർ ട്രേഡിൽ പെടും. അതായത് നമ്മൾ ഡെയിലി ഒരു 2 ട്രേഡ്സ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു നിശ്ചിതമായിട്ടുള്ള ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടും പിന്നെയും നമ്മൾ ട്രേഡുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓവർ ട്രേഡ് ആണ്. ഓവർ ട്രേഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ, അത് മാർക്ക് ചെയ്യാം. ഡിഡ് ഐ ടുക്ക് റിവെഞ്ച്. അതായത് റിവെഞ്ച് ട്രേഡ്. നമുക്കിപ്പോൾ ഒരു ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ലോസ് ആയി, അതായത് ഇപ്പോൾ ഒരു ദിവസം ഞാൻ 1% ആണ്, എൻറ്റയർ ക്യാപിറ്റലിന്റെ 1% ആണ് ഞാൻ ലോസ് വെച്ചിട്ടുള്ളതെങ്കിൽ, അതായത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളതെങ്കിൽ, ആ ലോസ് കിട്ടിയിട്ടും പിന്നെ ആ ലോസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ പിന്നെയും മാർക്കറ്റിലേക്ക് പോയിട്ട് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടോ, അതായത് മാർക്കറ്റിനെ റിവെഞ്ച് ചെയ്ത് നമ്മൾ പിന്നെയും ട്രേഡ് എടുക്കാൻ പോകുന്ന പരിപാടി, അത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ എൻ. ഡിഡ് ഐ ഫോളോ മൈ പ്ലാൻ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലോജിക്കലി പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിഡ് ഐ ഫോളോ മൈ പ്ലാൻ്റെ അവിടെ യെസ് ഇടുക, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഉത്തരവാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ നോ ഇടുക. ഇതിൽ ഏതിലാണെങ്കിലും 6 എണ്ണത്തില് ഏതിൽ നെഗറ്റീവായി വന്നിട്ടുണ്ടെങ്കിലും ഡിഡ് ഐ ഫോളോ മൈ പ്ലാനിൽ നോ എന്നിടണം. അപ്പോ ഇവിടെ നമ്മൾ എപ്പോഴാണ് ഇമോഷൻ മാസ്റ്റർ ചെയ്തത്,
ട്രേഡിംഗ് സൈക്കോളജി നമ്മൾ എപ്പോഴാണ് മാസ്റ്റർ ചെയ്തത്? ഈ ഒരു കാര്യം അതായത് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഇമോഷൻ ഞാൻ എപ്പോഴും മാസ്റ്റർ ചെയ്തു ഞാൻ എങ്ങനെ അറിയും? ഈ ഡിഡ് ഐ ഫോളോ മൈ പ്ലാൻ ഉണ്ടല്ലോ, ഇതില് കൺസിസ്റ്റന്റ് ആയിട്ട് അടുപ്പിച്ച് 30 ദിവസം, മിനിമം 30 ദിവസമെങ്കിൽ നമ്മൾ ഡിഡ് ഐ ഫോളോ മൈ പ്ലാനില് യെസ് എന്നുള്ള ഉത്തരം കിട്ടണം. അത് ചിലപ്പോൾ നിങ്ങൾ ഒരു 10 ദിവസം കൺസിസ്റ്റന്റ്ലി നിങ്ങൾക്ക് ഇതിൽ എസ് കിട്ടി, പിന്നെ ഒരു ദിവസം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നെഗറ്റീവായിട്ട് ഉത്തരം വന്നു, അവിടെ നോ ഇട്ടു. നോ ഇട്ട് കഴിഞ്ഞാൽ ആ 10 ദിവസത്തെ യെസിന് ശേഷം നോ വന്നാലും പിന്നെയും ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെയും നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്യുക. പിന്നെയും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് 30 ദിവസത്തേക്ക് ഈ ഡിഡ് ഐ ഫോളോ മൈ പ്ലാനില് 30 ദിവസത്തേക്ക് യെസ് എന്നുള്ള ഉത്തരം കിട്ടണം. അതിൽ ലോസ് വരികയാണോ പ്രോഫിറ്റ് വരികയാണോ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവണം. അതെ, യെസ് ആണെങ്കിൽ 30 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് യെസ് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ ഇമോഷൻ മാസ്റ്റർ ചെയ്തു. ഇനി 30 ദിവസം നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇടയിൽ, അതായത് എത്ര നാൾ എടുത്തു എന്നല്ല, നിങ്ങൾ എത്ര നാൾ എടുത്തിട്ടാണെങ്കിലും ആ 30 ദിവസം അടുപ്പിച്ച് യെസ് എന്നുള്ള ഉത്തരം ഡിഡ് ഐ ഫോളോ മൈ പ്ലാനിൽ വരുത്തണം. അങ്ങനെ വന്നാൽ മാത്രമേ സൈക്കോളജി മാസ്റ്റർ ചെയ്തു നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് സ്കെയിൽ അപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. സ്കെയിൽ അപ്പിന്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടാം. അതായത് ക്യാപിറ്റൽ സ്കെയിൽ അപ്പ് ചെയ്യേണ്ട രീതി, അതിന് കുറച്ച് ലോജിക് ഒക്കെ ഉണ്ട്. കുറച്ച് സൈക്കോളജിക്കലേക്കാ കുറച്ച് ലോജിക് ഉണ്ട്. അപ്പോ സ്കെയിലപ്പ് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ഇമോഷൻ മാസ്റ്റർ ചെയ്യാതെ സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് നമ്മൾ സ്കെയിൽ ചെയ്യുന്നോ അത്രയും റിസ്ക് കൂടുതലാണ്, അത്രയും നമ്മുടെ ഇമോഷനെ ബാധിക്കും, അത്രയും ലോസസ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പൊ ഈ ട്രേഡിംഗ് സൈക്കോളജി നമ്മൾ എപ്പോൾ മാസ്റ്റർ ചെയ്തു എന്നുള്ളത് നമ്മൾ എത്ര ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ട് ആര് പോകുന്നോ അവർ ഫസ്റ്റ് ഇമോഷൻ മാസ്റ്റർ ചെയ്യും. ആര് ഫസ്റ്റ് ഇമോഷൻ മാസ്റ്റർ ചെയ്യുന്നോ അവർ ഫസ്റ്റ് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവും. നമുക്ക് ഒരു ഈ ചിലരുടെയൊക്കെ നമുക്ക് സ്റ്റോറി എടുക്കുകയാണെങ്കിൽ, ട്രേഡേഴ്സിന്റെ തന്നെ ചിലരുടെയൊക്കെ സ്റ്റോറി എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ദിവസം മതി, ഇല്ലെങ്കിൽ കുറച്ച് നാളുകൾ മതി അതില് കാര്യങ്ങൾ ട്രേഡിങ് പഠിച്ചെടുക്കാൻ. പക്ഷെ ഇമോഷൻ മാസ്റ്റർ ചെയ്യാൻ വർഷങ്ങൾ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതിയാവും. ഓക്കെ, വർഷങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇമോഷൻ മാസ്റ്റർ ചെയ്യാൻ അതിനേക്കാളും പിന്നെയും 3, 4, 5 വർഷമൊക്കെ ഇമോഷൻ മാസ്റ്റർ ചെയ്യാൻ സമയം എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോ നമ്മൾ എത്ര ഡിസിപ്ലിൻ ആയിട്ട് പോകുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് ഇമോഷൻ മാസ്റ്റർ ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ ഇമോഷൻ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈവിട്ടു പോവില്ല, കാര്യം കൈവിട്ടു പോവില്ല, നമ്മുടെ കൈവശം തന്നെ ഉണ്ടാവും. നമ്മൾ പിന്നെ ഒരിക്കലും നമ്മൾ എന്താ പറയാ ഒരു റിസ്ക് കൂടുതലായിട്ട് എടുത്തിട്ടോ, അല്ലെങ്കിൽ റിസ്ക് കൂടുതലായിട്ട് എടുത്തിട്ടല്ല, ട്രേഡിങ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമുക്ക് ഇനി ഒരു രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി കുറയും. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടിയിട്ട് തന്നെ ഡെയിലി വരും. അത് വൺസ് ഒന്ന് അനുഭവിച്ച് അറിയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഡിസിപ്ലിനോട് കൂടിയിട്ട് ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ 30 ദിവസം അടുപ്പിച്ച് ഈ ഒരു കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉത്തരം കിട്ടി ഡിഡ് ഐ ഫോളോ മൈ പ്ലാനിൽ ഡെയിലി യെസ് എന്നുള്ള ഉത്തരം അടുപ്പിച്ച് ഒരു 30 ഡേയ്സ് എങ്കിലും നിങ്ങൾക്ക് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ 90% ട്രേഡിങ്ങിൽ വിജയിച്ചു. ക്ലിയർ ആയില്ലേ? അതിലിപ്പോ 10 ദിവസം ലോസ് വന്ന് 20 ദിവസം പ്രോഫിറ്റ് ആണ്, ഇല്ലെങ്കിൽ 15 ദിവസം ലോസും 15 ദിവസം പ്രോഫിറ്റ് ആണെങ്കിലും ഡിഡ് ഐ ഫോളോ മൈ പ്ലാൻ നിങ്ങൾക്ക് യെസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രോഫിറ്റിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയില്ലേ? പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയില് നമ്മൾ സ്കെയിൽ അപ്പിന്റെ വീഡിയോ ആയിരിക്കും. അപ്പൊ എങ്ങനെ പ്രോപ്പറായിട്ട് സ്കെയിൽ അപ്പ് ചെയ്യണം, ഇമോഷൻ മാസ്റ്റർ ചെയ്തതിന് ശേഷം എങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പറയാം. ഇപ്പൊ ഇമോഷൻ മാസ്റ്റർ ചെയ്താലും തോന്നിയ പോലെ ക്യാപിറ്റൽ കൂട്ടാൻ പറ്റില്ല. അതിനും കുറച്ച് രീതികളുണ്ട്, അതിനനുസരിച്ച് മാത്രമേ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇമോഷൻ മാസ്റ്റർ ചെയ്താലും സ്കെയിൽ അപ്പ് പെട്ടെന്ന് നമ്മൾ വലിയൊരു എമൗണ്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പിന്നെയും വലിയ ലോസുകളിലേക്ക് പോകും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിസിപ്ലിനോട് കൂടി ട്രേഡ് ചെയ്യാൻ പറ്റട്ടെ എന്നും അതുപോലെ തന്നെ ഇമോഷൻ മാസ്റ്റർ ചെയ്യാൻ പറ്റട്ടെ എന്നും ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവ് മാർക്കറ്റിൽ ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതിപ്പോൾ സ്വിംഗ് ട്രേഡ് ആണെങ്കിലും ഇൻട്രാഡേ ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ലോങ് ടേം ആണെങ്കിലും ഓക്കെ, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു കണ്ടന്റ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. See you on next video.